നമ്മുടെ പുതിയൊരു ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യോ അക്രമകാരി എടാ പുഴുപ്പല്ല. അല്ല എന്റെ കൊച്ചിന് നല്ല പല്ല. പുഴുപ്പുള്ള ആവുമായിരിക്കും ഫ്യൂച്ചറിൽ. ഇല്ല ആവത്തില്ല, അതിന് ഞാൻ കുഞ്ഞിന് ഷുഗർ കൊടുക്കൂല. അപ്പൊ ഗൈസ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് മുതലേ 24 hours saying yes to Praveen. ഇന്ന് എന്റെ അത് എല്ലാവരും കമന്റ് ചെയ്തൊരു ചലഞ്ച് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുമില്ല അതല്ലേ. അപ്പം ഞാൻ ഇന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും എന്റെ പൊണ്ടാട്ടി അനുസരിച്ച് തരാൻ വേണ്ടി പോവുകയാണ്. അനുസരിക്കാത്ത പോലെ എല്ലാം ഞാൻ പറയുന്നത് നീ കേക്കോടി. എന്ന കിണറ്റി എടുത്ത് അറിയും കേക്കോ. ഓ ഓവർ ആവല്ലേ നീ. അപ്പൊ ഗായ്സ് ഇന്ന് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവളിന്ന് അതേപടി അനുസരിക്കാൻ വേണ്ടി പോവാണ്. തയ്യാറായി നിൽക്കാണ്ടില്ലേ. ഞാനും അമ്പൂട്ടനും ഉണ്ട്, എന്നെ സഹായിക്കാൻ അമ്പൂട്ടനും ഉണ്ട്. അതെ, അപ്പൊ നമ്മൾ ഇന്ന് എല്ലാ ടാസ്കും ചെയ്യും. പിന്നെ ഇതിന്റെ പാർട്ട് 2 വരുമ്പോ വരും. അപ്പൊ ഇന്ന് എനിക്ക് എന്തും പറയാം ഗൈസ്. എനിക്കിന്ന് എന്റെ ഡേ ആണ്. അപ്പൊ എനിക്ക് ഇത് കണക്കുന്ന ഒരു ദിവസം നമുക്ക് കിട്ടത്തില്ല. ആദ്യം പറഞ്ഞ പോലെ പറയില്ലേ, എങ്ങനെ കിണറ്റി ചാടാനൊക്കെ പറയും. പിന്നെ നീ ആളെ വിളിക്കേണ്ടി വരും. അല്ല അങ്ങനെ പറഞ്ഞ നീ കേക്കൂ. അല്ല അങ്ങനെ പറഞ്ഞ നീ കേക്കൂ. ഇല്ല, ഞാൻ അമ്പൂട്ടിന് വേണ്ടി ചാടൂല. നീ അനുസരിക്കണം ഞാൻ പറയുന്ന കാര്യം. ഓക്കെ, നീ അനുസരിക്കണം ഞാൻ പറയുന്ന കാര്യം. മറ്റേ സ്റ്റെപ്പ് കാണിച്ചോട്. മറ്റേ നമ്മള് മൃദുല കാണിക്കുന്ന സ്റ്റെപ്പ് കണ്ടോ കണ്ടോ. ഒന്നുകൂടി. അപ്പൊ ഗൈസ് ഇന്ന് എന്റെ ദിവസമാണ്. ഇത് കണക്കത്തെ ഒരു ദിവസം ചിലപ്പോൾ എനിക്ക് ഇനി കിട്ടിയെന്ന് വരത്തില്ല. സോ ഇത് ഞാൻ മുതലാക്കും. ഞാൻ ഇരുന്ന് ആലോചിക്കട്ടെ. അപ്പൊ നേരെ നമ്മൾ ഇന്ന് ആ ചലഞ്ചിലോട്ട് പോവാണ്. ഇന്ന് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും മൃദുല ഇന്ന് യെസ് വെക്കുന്നതാണ് ഗൈസ്. Only for 24 hours. കാരണം എനിക്ക് ടാസ്കുകൾ വരുമെന്ന് അറിയാം. അപ്പൊ ഓക്കെ തുടങ്ങാം. അതെ, രാവിലെ എന്റർടൈൻമെന്റ് ഇല്ല എനിക്ക് രാവിലെ എന്റർടൈൻമെന്റ് വേണം. സോ എന്റർടൈൻമെന്റിന് വേണ്ടി എന്തെങ്കിലും കാണിക്കൂ, മിമിക്രിയോ. എനിക്ക് എന്റർടൈൻമെന്റ് ഇല്ല. ഗിവ് മീ എന്റർടൈൻമെന്റ്. പറ്റത്തില്ല, നീ പെർഫോം ചെയ്യണം എന്തെങ്കിലും. ഞാനോ? ആ, എന്താണെന്ന് ഞാൻ പറയുന്നില്ല. എന്തെങ്കിലും പെർഫോം ചെയ്യണം ഉടനെ. ഈ വേദിയിൽ താങ്കൾ പെർഫോം ചെയ്യേണ്ടതാണ്. ഞാൻ പാടിയാ മതിയോ? പാടണ്ട, പെർഫോം ചെയ്യണം എന്തെങ്കിലും. പാട്ടല്ലാതെ എന്തെങ്കിലും പെർഫോം. ഡാൻസ് ആണോ? ഞാൻ പറഞ്ഞു ഓർഡർ ഇട്ട് ചെയ്തോ. അതെ, ഡാൻസ് മതി ഡാൻസ്. പക്ഷെ ഞാനൊരു ഒരു സ്ലോ സോങ് ആയി കിട്ടുമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാ കിട്ടുതരൂ. പക്ഷെ അതിനനുസരിച്ച് ചുവട് വെച്ചോണം. ഇതും കടന്നു പോകും. കളി അങ്ങോട്ട്. അമ്മൂന് ഇഷ്ടപ്പെട്ടു കേട്ടാ. പാട്ടിന്റെ അർത്ഥം മനസ്സിലാക്കി കളിക്കണം. എനിക്ക് എന്റർടൈൻമെന്റ് പോരാ, ഇനിയും മഴ കാറ്റ് മഴ കാറ്റ് കൊടുങ്കാറ്റൊക്കെ വരണം. സുഡലി എന്ന് വെച്ചാൽ എന്തുവാ? ഓക്കെ, സുഡലി എന്ന് വെച്ചാൽ എന്താണ്? സുഡലി കാറ്റാണോ? നിന്റെ ഡാൻസ് ഭയങ്കര ബോറായിരുന്നു. മതി കേട്ടോ. അവിടെ പോയി അടുത്ത എന്റർടൈൻമെന്റ് ഞാൻ പറയാൻ തരാണ്. ഇതിന് മാർക്കൊന്നുമില്ല, ഒരു തേങ്ങയില്ല. ഓഡിയോ കണ്ടോ? അയ്യോ, കഴിവ് മതി, ഇത്രയും മതി നിന്റെ കഴിവ്. മൃദുലേങ്ങ വാ അവിടെ ഇരി. നല്ലൊരു തായ് മസാജ് വേണം. കാലില് ഫുഡ് തായ് മസാജ്. നീ കണ്ടിട്ടില്ല? നമ്മള് മലേഷ്യ പോയപ്പോ അവിടെ ഫുഡ് തായ് മസാജ് എന്ന് എഴുതി വെച്ചിട്ട് കണ്ടിട്ടില്ല? ഫുഡ് തായ് അല്ല, ഫുഡ് തായ് തായ് മസാജ്. അങ്ങനെ ചെയ്തു തരണം. വെറൈറ്റി ആയിരിക്കണം. വെറൈറ്റി മസാജ് മതിയോ? വെറൈറ്റി മസാജ് മതി. നോവിക്കരുത്, നോവിക്കാതെ ചെയ്യണം. വെറൈറ്റി. പക്ഷെ ഇതിന്റെ കൈക്ക് നല്ല ഇതുണ്ട് കേട്ടോ, വിരലിന് നല്ല ആരോഗ്യമുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്താ മതി. അതെ അതെ സാർ, ഇങ്ങനെയാണോ സാർ? അതെ. ഹസ്ബൻഡിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയൂ. ഞാൻ നിനക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറ്റി പറയൂ. പറഞ്ഞുകൊണ്ട് മസാജ് ചെയ്യണം. അതെ അതെ, എന്റെ കാര്യങ്ങൾ, എന്റെ നല്ല കാര്യങ്ങൾ പറയൂ. നല്ലതേ ഉള്ളൂ. ഞാൻ ഓർക്കുന്നു. അതെ അതെ അതെ. എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു ഭാഗ്യം അതാണ് നീ. യെസ്, താങ്ക് യു.
നിന്നെ കണ്ട് മുട്ടിയായിരുന്നെങ്കിൽ ഒന്നും ആയി പോതില്ലായിരുന്നു. നീ അങ്ങ് തകർന്നു പോയാനെ. എസ് എൻ കോളേജ് വന്നത് കാര്യമായി. അങ്ങനെ പറ. ഞാൻ വേറെ പോയിരുന്നെങ്കിലോ നിന്നെ ഞാൻ കണ്ടേനെ. നമ്മള് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കണ്ട് സ്നേഹിച്ച്. ഞാൻ കല്യാണത്തിന് മുമ്പായിരുന്നോ അതോ കല്യാണം കഴിഞ്ഞാണോ കൂടുതൽ ഷെയറിങ്? ഓഫ് കോഴ്സ് കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ കല്യാണത്തിന് എന്താ 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 ആ പയലിനെ ഇറക്കി വിടാമോ? ആ പയലിനെ വീട് എടുക്കുമ്പോ ഇതിനാ ഇതിനാ കഴിഞ്ഞു. അവനും തടവണം എന്റെ കാര്യം. അമ്പുവേ അമ്പു തടവൊക്കെ അവൻ ചവിട്ടി കരുവായിരിക്കും. മസാജ് ചെയ്യുമല്ല. ഷോ വണ്ടിയൊക്കെ അഴുക്കില്ല കൂടുതല്. അല്ല നല്ല അഴുക്കൊണ്ട് വണ്ടി. നാണ്ടെ ഒന്നാമത്തെ കാര്യം നാണ്ടെ ഈ ഫ്രണ്ട് പോർഷനൊക്കെ നല്ല അഴുക്കൊണ്ട് വണ്ടി. നോക്ക് അല്ലേ? പക്ഷെ എന്റെ കണ്ണിൽ അത് വൃത്തിയായിട്ടിരിക്കുക. ഒരു കാര്യം ചെയ്യടി, ഒന്ന് ഫ്രണ്ടൊക്കെ ഒന്ന് കഴിവ് കേട്ടോ. വണ്ടിയുടെ ഗ്ലാസും ഈ ഫ്രണ്ട് ഏരിയയൊക്കെ ഒന്ന് ബക്കറ്റിലൊന്ന് കഴിവ് കേട്ടോ. കുഞ്ഞൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഒന്ന് കഴിവും. വണ്ടി കഴുകണമല്ലോ. വണ്ടിയിൽ ഇരുന്ന് പോയാൽ മാത്രം പോരല്ലോ അല്ലേ? നമ്മൾ വണ്ടി ഇടയ്ക്ക് കഴുകണം, അത് സൂക്ഷിക്കണം. നല്ലോണം ഇരിക്കും. ഒരു കാര്യം ചെയ്യും, ഇവിടെയൊക്കെ നല്ല അഴുക്കുണ്ട്. ഇവിടെ ഒന്ന് കഴിവ് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടേ ഒന്ന് പറ്റുന്ന രീതിയിൽ. ചുമ്മാ അല്ല, അഴുക്ക് പോകണം മക്കളെ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ ഗുണം മാറും. നീ ഏത് ഷാമ്പു യൂസ് ചെയ്യുന്നത്? നിന്റെ ഷാമ്പു തീർന്നില്ലേ? എന്റെ ഷാമ്പു തീർന്നോ ഇല്ലയോ എന്ന് അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് വണ്ടി ഇപ്പൊ ഒന്ന് സെറ്റാക്കി തരണം. ഷാമ്പു ഇല്ലാതെ കഴിയട്ടെ? ഷാമ്പു ഇല്ലാതെ പറ്റുന്ന പോലെ കഴിയാൽ മതി. ഓക്കെ. ഇന്നാളെ പൊന്മുടി പോയപ്പോ ഞാൻ വണ്ടി എഴുതുന്ന കാര്യം പറഞ്ഞപ്പോ എന്തോ പറഞ്ഞായിരുന്നില്ലേ? ഓർക്കുന്നുണ്ടായിരുന്നു? നമ്മളെ വണ്ടി അതാണ്. അഴുക്ക് പോണം. ഞാൻ വണ്ടി കഴിവാനും പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ കഴിവണമെന്ന് ഞാൻ അത്ര കറക്റ്റ് ആക്കുന്നില്ല. അത് നിന്റെ എസ് നമുക്ക് കുറെ നാൾ കഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. ഉടനെ എടുക്കണം. ഓക്കെ. ഞാൻ ഒരുപാട് പണിയൊന്നും തരുന്നില്ലല്ലോ. അത് നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ. നീ അവനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിയാ. അമ്പൂട്ട ഇന്ന് നമ്മളുടെയാ അമ്പൂട്ടി. എന്തൊക്കെ അല്ല, വണ്ടി മാത്രം കഴുകിയാൽ മതി. നിന്നെ കുളിപ്പിക്കണം? എന്നെ കുളിപ്പിക്കണ്ട. എന്നെ കുളിപ്പിക്കണോ വേണോന്ന് പറയാം. ഇപ്പം കുളിപ്പിക്കണ്ട. ഓക്കെ. മഴ ചാറും. നമുക്ക് മഴയെ തൊട്ടിട്ടാലോ വണ്ടി? കഴിവാൻ പറഞ്ഞാൽ കഴിവണം. സംസാരമൊന്നുമില്ല. ഇത് വണ്ടി കഴിയുന്നതിന്റെ ഇത് വിഷമമൊക്കെ മനസ്സിലാക്കണം കേട്ടോ. നമ്മള് കുറെ വണ്ടിയൊക്കെ കഴിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് മൃദുല BYD കഴിവുന്നത്. അല്ല കഴിവിട്ടുണ്ട്. യെസ്, നമ്മുടെ ഫോർച്യൂണർ കഴിവുണ്ട്. അതിലഴിക്കില്ല. ഫോർച്യൂണർ നല്ല വൃത്തിയായി കിടക്കുക. കുഴപ്പമില്ല. നമുക്ക് ഇത് കഴിവാതി. ഞാൻ വിചാരിച്ചു മോട്ടറിൽ വെള്ളം ഇല്ലേ. ഓസി ചവിട്ടല്ലേ? ഓസി ചവിട്ടാതെ. അമ്മന്റെ പുറത്ത് വെള്ളം വീഴുന്നത് കേട്ടോ. എന്തോ എല്ലാം പറഞ്ഞായിരുന്നോ? ഒന്നുമില്ല. അല്ല, 750 രൂപ ലാഭിച്ചല്ലോ എന്ന് പറഞ്ഞതാ ഞാൻ. അതെ, ഇത് കഴിയാൻ മാത്രം പോലെ തുടങ്ങണം കേട്ടോ. നല്ലോണം തുടങ്ങാം. ഇപ്പൊ കഴുകിപ്പോയില്ലേ? ഇപ്പൊ നനയല്ല കുളിച്ച് കയറുന്ന പറഞ്ഞാലേ കഴുകിപ്പോയില്ലേ? തുടങ്ങാം. നല്ലൊരു പാട്ടൊക്കെ പാടി കഴിവ്. പാട്ട് വേണോ? പാട്ടൊക്കെ പാടി കഴിവ്. നല്ല രസമുള്ളൂ. ചെയ്യുന്ന ജോലി പണ്ടത്തെ ആൾക്കാരെ കണ്ടിട്ടില്ലേ? ജോലിഭാരം കുറയാൻ വേണ്ടിട്ടേ. എന്താ കുത്തി പാടുന്ന കണക്ക് തോന്നുന്നു. കോടി കൈകളോ? അമ്മ എങ്ങനെയുണ്ട് അമ്മച്ചിയുടെ പാട്ട്? മതിയോ? അതെ, വേഗം കഴിവിട്ട് പാട്ടോ. അടുത്ത ജോലി ഉണ്ടേ. ഞാൻ കഴി തീർന്ന്. ഇനി തുറച്ചാ പോരെ? എന്തായാലും പെടന്നോ. ആ ഇടുക്കിലൊക്കെ തേക്കാനായിട്ട് പാടുണ്ടോ? പാടുവിട്ടില്ലേ ജീവിക്കുന്നേ. കുഴപ്പമില്ല. ഇതൊക്കെ തിരിച്ച് തരുമല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിൽ ഞാനങ്ങ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന ഓരോ ഇത് നീ മാർക്ക് ഇടണേ. അതൊക്കെ തരാം. ഇപ്പം ആദ്യത്തെ മാർക്ക് എന്റർടൈൻമെന്റിന് മാർക്ക് ഇല്ലെന്നല്ലേ പറഞ്ഞേ? എന്റർടൈൻമെന്റിന് മാർക്കില്ല. വണ്ടി എഴുതുന്നതിന് നോക്കട്ടെ, മാർക്ക് തരാം. ഇനി തുടങ്ങട്ടെ. തുടങ്ങി. വൃത്തിയായി ഗൈസ്. ഓഫ്, ആര് ചെയ്യും ഇങ്ങനെ? സർവീസ് ബോയ്സ് ചെയ്യോ ഇതിന്റെ മണ്ടയിലൊക്കെ? എനിക്ക് വയ്യ. ഡെഡിക്കേഷൻ. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത കാണിക്കണം. ഓക്കേ.
ഇങ്ങനെയാണ് ഫോണിൽ കൊടുക്കുന്നത് ചലഞ്ച് എന്നും പറഞ്ഞുകൊണ്ട്. ഇനി മൃദുലയുടെ ചലഞ്ച് ഞാൻ എവിടെ പോണ്ട കേരള വീട്ടിനകത്ത് നോ നോ കേറ്. കണ്ടോ വഴക്ക് പറഞ്ഞ കരയും. എന്തായി ഓക്കേ. ഇതൊക്കെ ഈ സർവീസ് സെന്റർ എന്റെ കൂടെ വന്ന് പഠിച്ചു വെച്ചേക്ക് വന്നു. ആണോ? ആ വീട്ടിൽ അച്ഛൻ്റെ വണ്ടി കഴിയുമായിരുന്നില്ലേ? പിന്നെ അച്ഛൻ അതെ ഒരു വട്ടം അച്ഛൻ ഞാൻ കഴിയാന്ന് പറഞ്ഞ് കഴുകി കൊടുത്തേതെ കഴുകിയപ്പോ വൃത്തിയായേ. പിന്നെ തൊട്ട് കുഞ്ഞാടി വണ്ടി നമ്മളെ ഷൂസ് കിടക്കുന്ന നോക്കിയിട്ട് ചെരുപ്പ് എല്ലാം പറയ്ക്കാൻ മുകളിൽ വെക്കണം. ആ ബോക്സ് പണിഞ്ഞതേ ചെരുപ്പ് വെക്കാൻ വേണ്ടിട്ടാ. പറയുമ്പോൾ മൃദുലേ ഈ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം കേട്ടോ. ആക്ച്വലി ഇവിടെ എല്ലാമേ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോഴാണ്. പ്രവീണാണോ അതോ വീട്ടുജോലിയാണോ? അല്ല യെസ് നമുക്ക് ഉപകാരപ്പെടുന്നത് ഞാൻ തന്നെ ചെയ്യണ്ടേ, കുഴപ്പമില്ല. കുഞ്ഞിനെ നോക്കാൻ ഇതൊന്നും അടുക്കി പറക്കി വെക്കണേ. ഓക്കെ, അപ്പൊ ഇത് കഴുകിയിട്ട് മതി. ഓക്കെ, അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇന്നത്തെ ദിവസം കുപ്പി തന്ന ഭൂതമല്ലേ? ആ കുപ്പി തന്ന ഭൂതം തീരുന്നതിന് മുന്നേ ഇത് റേറ്റ് ഇടണ്ടേ, മാർക്ക് ഇടണ്ടേ? നല്ല വൃത്തിയായി ഗൈസ്. ഓ നല്ല ഷൈനിങ് ഗൈസ്. നിങ്ങൾ നോക്ക്, കാർ തിളങ്ങുന്നു. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അത്ര ഫീൽ ചെയ്തില്ല. അരമണിക്കൂർ നിന്ന് അടിപൊളി ക്ലീൻ ആക്കി കഴുകി തന്നിട്ടുണ്ട് വണ്ടി. ഇപ്പൊ തുടക്കം കൂടെ ചെയ്യുമ്പോ അടിപൊളിയാവും. ഷൈനിങ്. ഓ എനിക്ക് വയ്യ കേട്ടോ, ചുമ്മാ അല്ല അച്ഛൻ നിന്നെ കൊണ്ട് കഴിപ്പിക്കുന്ന കേട്ടോ. നീ വണ്ടി കഴുകാൻ പിടിക്കുക. ഓ എന്റെ പൊന്നെ, മിററൊക്കെ നോക്കിയേ. എന്ത് പറ്റി? സർവീസ് സെന്ററിൽ ഇപ്പൊ 700 രൂപയാണ് ഗൈസ്. ഒരു പിന്നെ നമ്മുടെ SUV-യും ഇതണക്ക് MPV-കളും കഴിയുന്നതിന് 700 രൂപയാണ്. എന്ത് വേണം? അവനെ നെറ്റ് പൊട്ടിച്ച പരിപാടിയാ നീ. ചുണ്ടിരിക്കും നോക്കിയാണ്. തുറന്നുതരാം. മാറേനെ തുറക്കാൻ പറ്റൂ. അയ്യേ അമ്പോ, അടുത്ത് എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അച്ഛൻ ഐഡിയതാ. ഇന്ന് ഇവൻ ഭയങ്കര അളുമ്പ് കേട്ടോ. അമ്മച്ചി ജോലി ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലേടാ. ഭയങ്കര അളുമ്പ്. സാറിന് ഇത്രയൊക്കെ അളുമ്പില്ലാത്ത ഞാൻ ജോലി എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഈ ചെറുക്കൻ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഭയങ്കര അളുമ്പ് കേട്ടോ ഇന്ന് അമ്പൂട്ടാൻ. അയ്യേ 24 മണിക്കൂർ അവനെ എടുത്ത് വെച്ചോണ്ടിരിക്കണം. അമ്പൂട്ടി. അയ്യേ അമ്മൂനെ നിക്കറ് ക്യൂട്ട് കേട്ടോടി. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് അമ്മ തയ്ച്ചു കൊടുത്ത കേട്ടോ. ഇത് എനിക്ക് വന്ന നമ്മള് അവന്റെ വല്യമ്മച്ചിക്ക് എടുത്തു കൊടുത്ത ചുരിദാറിന്റെ ബാക്കിയാ. ബാലൻസ് ചുരിദാറിന്റെ ബാക്കിയാ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. എടി ഇങ്ങനത്തെ എനിക്കും കൂടി തച്ചു തരാൻ പറയൂടി. അല്ല സീരിയസ് ആയിട്ട് വീട്ടിലൊക്കെ നിൽക്കുമ്പോഴേ അമ്മക്ക് തുണി എടുത്തു കൊടുക്കാം അമ്മക്ക്. എനിക്കും അമ്പൂട്ടിന് ഒരേ കണക്ക് വീട്ടില്. എനിക്ക് വേണം ഒരുപോലെ. നീ ആദ്യം വണ്ടി കഴിയുമ്പോ കംപ്ലീറ്റ് ആയോ? വീല് കഴിവുണ്ടോ? കുഴപ്പമില്ല. വീല് മഴയൊക്കെ അല്ലേ ഇപ്പം, കഴിവിട്ടും വലിയ കാര്യമൊന്നും. ഗൈസ് അപ്പോ വണ്ടി അവളെ എന്തായാലും നീറ്റായിട്ട് കഴിവിട്ടുണ്ട്. ഔട്ട് ഓഫ് 5 ഞാൻ 5 മാർക്ക്. അപ്പൊ ഇതിനകത്ത് യെസ് മാത്രമല്ല, നമ്മളെ കൺവിൻസ് ചെയ്ത് മാർക്കും കൂടി വാങ്ങണം. അതിലാണ് ചാലഞ്ച്. സോ ചുമ്മാ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താ പോരാ. അതെ കഴിഞ്ഞു. അത് ഇത് ചെരുപ്പ് മൊത്തം ഇവിടെ മൊത്തം. അത് മൂന്നാമത്തെ ടാസ്ക് അല്ലേ? അത് മൂന്നാമത്തെ ടാസ്ക്. ഉള്ളില് ദേഷ്യം വല്ലതും ഉണ്ടോ? നിന്റെ ചെരുപ്പ് അത് ഞാൻ എന്നോട് വിചാരിക്കുന്ന അറിയോ വൃത്തിയാക്കാൻ. ഇത് ഞാൻ വൃത്തിയാക്കി പറ. ഞാൻ പറയണോ? അടി മൊത്തം അഴുക്കാണെങ്കിൽ ഇങ്ങനെ പറ. മൃദുല എനിക്ക് ക്രോക്സ് ഒക്കെ കഴുകി തന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അഴുക്കാക്കില്ല. ഇത് മൊത്തം ഇപ്പൊ എനിക്ക് മിക്കവാറും ഞാൻ ഇവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് പറയാം കേട്ടോ. കമന്റ് മൊത്തം അതായിരിക്കും. അയ്യോ ഏതാ വിഷമിക്കണ്ട, ഇതിന്റെ പാർട്ട് വരുമല്ലോ. ഓക്കെ ക്ലീൻ. ഷൂക്ക് ഇത് സോക്സ് ഒക്കെ എന്റെ ഷൂ ആണെങ്കിൽ ഞാൻ എടുക്കാഞ്ഞിട്ട്. എന്തിന്? അവൻ പറഞ്ഞ ജോലി ചെയ്യണമല്ലോ. പറഞ്ഞ ജോലി ചെയ്യണ്ടേ? അതിപ്പോ 6 ഷൂ ആയാലും എന്താ? ഏട്ടൻ വേറെ വീട്ടിൽ പോയി ജോലി പറയുന്നില്ലല്ലോ, ഈ വീട്ടിലെ ജോലിയല്ലേ പറയുന്നുള്ളൂ. സംസാരം മതി, വെക്ക് ജോലി. വായിക്കുന്ന ഇറങ്ങുന്ന ഒന്നാമത്തെ കാര്യം ഇത് വെക്കാൻ സ്ഥലമില്ല, നിറഞ്ഞു. അത് ശരിയാ, അത് പോയിന്റാണ് മാരാ. എന്നാ ഇടാ, എനിക്ക് ചെരുപ്പില്ല. എനിക്ക് ചെരുപ്പില്ല ഇടാ. അയ്യോ തിളങ്ങുന്നല്ലേ രാവിലെ മുട്ട പണിയായില്ല. ഞാൻ നിന്റെ കാലം അഴുക്കുണ്ടായിരുന്ന കുഞ്ഞു ചെറിയൊരു വെള്ളാനം കൊണ്ട്. ഇല്ല
ഏ അമ്മച്ചി വൃത്തിയാക്കി ഇട്ടേക്കുവാണ്. ഇത് ഒരു ചെരുപ്പില്ല, ക്ലീൻ, വണ്ടി കഴുകി, എനിക്ക് വയ്യ. ഇതുകൂടെ എടുത്ത് ഇങ്ങോട്ട് ഇടും. ഇപ്പൊ ഇവിടെ ഫുള്ള് ക്ലീൻ ആയും. സെറ്റ് ടാസ്ക് 3 കംപ്ലീറ്റഡ് ആവാൻ പോകുന്നു. പൊളിയടേ മൃദുല, വേറെ ലെവലടേ മൃദുല, സീരിയസ്ലി. ടാസ്ക് 3 കംപ്ലീറ്റഡ്. ഇതൊക്കെ വൃത്തിയാക്കേണ്ടതാണേ. എന്നാ നമുക്ക് വേറെ ജോലി തിരക്ക് വരുമ്പോ കുഞ്ഞിനെ നോക്കണോ. ഒന്നാമത് കൊതുക് കണ്ടോ കുഞ്ഞിനെ. അധികം നേരം പുറത്തിറങ്ങി നിൽക്കാൻ കുഞ്ഞിനെയും കൊണ്ട് പറ്റൂല. കൊതുകുണ്ട് ഭയങ്കരമായിട്ട്. നല്ല രീതിക്ക് കടിച്ചു കേട്ടോ. കടിച്ചാൽ അത് കുഴപ്പമില്ല, എന്നാലും വൃത്തിയല്ല. അതും എനിക്ക് സമാധാനം. പിന്നെ ഗൈസ് ഇത് ഒരു ടാസ്ക് ആണ്. അപ്പൊ നമ്മൾ ഈ ചലഞ്ച് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അത് പേഴ്സണലി ഒന്നും എടുക്കരുത്. പലരും നമ്മൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്യുന്നു പറയുന്നത്. ഇത് നമ്മള് ചലഞ്ചിൽ ആ ഒരു ഗെയിം സ്പിരിറ്റ് ഇല്ലെങ്കിലേ കാണുന്ന നിങ്ങൾക്കും ബോറടിക്കും, ചെയ്യാൻ ഞങ്ങൾക്കും വിട്ടുകൊടുത്ത് ചെയ്യാനാണെങ്കിൽ പിന്നെ കളിക്കായിരുന്നാ പോരെ അല്ലേ. ചലഞ്ചാണ്, ഗെയിമാണ്. വണ്ടിയെ കഴുകില്ലേ, വണ്ടിയെ കഴുകി, സിറ്റൗട്ടൊക്കെ കഴുകി, വെള്ളം കുറഞ്ഞു കാണും. മോട്ടർ അടിക്കാം. അതെ, മുക്കിക്കൊണ്ട് ഒഴിക്കണോ? മുക്കിക്കൊണ്ട് ഒഴിക്കണ്ട, ടാങ്കിൽ എത്ര വെള്ളം ഉണ്ടെന്ന് പോയി നോക്കിട്ടോ. ഏട്ടൻ കൂടെ വരുമോ? ഇല്ല, നീ പോയി നോക്കിട്ട് വന്നാൽ മതി. ഫോട്ടോ ഏട്ടൻ എങ്ങനെ അറിയുന്നേ? ഫോട്ടോ എടുത്തിട്ട് വരാം. അപ്പൊ പോയി എടുത്തിട്ട് വാ. നീ വരണ്ട, അവനെയും കൊണ്ട് പോകാൻ പറ്റത്തില്ല, കാരണം തെന്നി കിടക്കോ മഴ പെയ്ത്. ഞാൻ പോയി ഫോട്ടോ എടുത്തിട്ട് വരാം. ഓക്കെ, എത്ര വെള്ളം ഉണ്ടെന്ന് പോയി നോക്കിട്ടോ. വേഗം പോയിട്ടോ കേട്ടോ. എന്നിട്ട് വന്നിട്ട് വേറെ പണിയുണ്ടേ. പതുക്കെ മതി. അയ്യോ, ഇന്ന് ഒരുപാട് ചെയ്ത് തീർക്കോളോ. എന്റെ കലോറി കുറയട്ടെ. കടന്നു വരോ. ഇവിടെ വാടാ ഏട്ടാ. നല്ല വെയിലും ഉണ്ട്, എന്നാ മഴയും ചാർന്നുണ്ട്. ആ പിന്നെ സാധാരണ ടാങ്ക് അല്ലെങ്കിൽ നടപ്പും തെറപ്പുമില്ല, തിരിക്കുന്നയാ. തുറക്കാനും ഇച്ചിരി പാടുപെട്ടു, അടയ്ക്കാനും പാടുപെട്ടു. എത്രയുണ്ട് വെള്ളം? ഇത്ര വെള്ളം ഉണ്ടല്ലേ. അപ്പൊ എനിക്കൊരു കാര്യം ചെയ്യുന്ന അടിക്കണ്ടല്ലോ ഇനി. ഇത് കണ്ടില്ലേ, സെൽഫി ഒക്കെ എടുത്തോ? എനിക്ക് വയ്യ. നമ്മളെ എന്തിലേലും ഇന്നായി കഴിയാൻ പിന്നെ ഭയങ്കര ത്രില്ലും ഭയങ്കര വൈബുവാ ആണല്ലേ. ഓ, എന്ത് ചെയ്യാനും ആക്റ്റീവാ. മാർക്കറ്റ് ഇപ്പൊ ചെയ്ത എല്ലാത്തിനും ഔട്ട് ഓഫ് 5. മസാജ് ചെയ്തതിന് രണ്ടാമത്തെ ടാസ്കിന് മാർക്കറ്റിലായിരുന്നു. അത് മസാജ് കൊള്ളത്തില്ലായിരുന്നു. 0 ഒന്നും തരത്തില്ല. കൂറായിരുന്നു. ഞാൻ നിന്നെ കുറിച്ച് കുറെ പൊക്കി പറഞ്ഞായിരുന്നു. അപ്പം വയറ് വിശക്കുന്നതാ, നല്ല വിശപ്പ് കേട്ടോ. എന്തോ കഴിക്കുന്നേ? ചോറും കറിയും. നമുക്ക് കുറച്ച് വെറൈറ്റി പിടിക്കാം. വീട്ടിൽ ഇതുവരെ ഉണ്ടാക്കാത്തൊരു ഐറ്റം. എന്ത് പറയുന്നു? വീട്ടിൽ ഇതുവരെ ഉണ്ടാക്കാത്തൊരു ഐറ്റം. ചൈനീസ് ഒന്നും പറയല്ലേ, കൊറിയൻ ഒന്നും പറയല്ലേ. ഞാൻ ആദ്യം ചൈനീസ് പറയാൻ വേണ്ടി വന്നേ. നമുക്ക് തമിഴ്നാട് പിടിക്കാം. കുഴപ്പമില്ല. പച്ചക്കറി ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ എനിക്ക് സാമ്പാർ സാദം വേണം. ഓക്കെ, ഞാൻ ഇത് ടൊമാറ്റോ റൈസേ വെച്ചിട്ടുള്ളൂ, ലെമൺ റൈസ് വെച്ചിട്ടുണ്ട്, സാമ്പാർ സാദം ആദ്യമായിട്ടാ. ലെറ്റ്സ് ട്രൈ. എനിക്ക് ഒന്നും അറിയണ്ട. എനിക്ക് നല്ല അടിപൊളി സാമ്പാർ സാദം. അത് നമുക്ക് ആര്യാസിലൊക്കെ കഴിക്കുന്നത് കിട്ടും. ആര്യാസിൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ അത് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നേ? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് അമ്പൂന് ഇന്ന് സാമ്പാർ സാദം. അപ്പൊ റെഡി. തുടങ്ങിക്കോ. മാർക്ക് കിട്ടല്ലോ. മാർക്ക് കിട്ടുമെങ്കിൽ വാ ചെയ്യാം. എന്തായി? സാമ്പാർ സാദം മാത്രമാകുമ്പോ ബോറടിച്ചാലോ. ഞാൻ അതുകൊണ്ട് ഇതാണ്ട് മീൻസ് തോരനൊക്കെ ഉണ്ടാക്കുക. സാമ്പാർ സാധനമുള്ള എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുണ്ടാക്കാൻ എളുപ്പമാ. 5 മിനിറ്റേ ഉള്ളൂ. ഞാൻ നോക്കിയായിരുന്നു കേട്ടോ, നോക്കിയായിരുന്നു. അപ്പൊ 5 മിനിറ്റേ ഉള്ളൂ. പിന്നെ ഞാൻ എന്റെ ശൈലിയിൽ ഉണ്ടാക്കുന്നേ, ഇഷ്ടപ്പെടും. പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, ചിക്കൻ ഫ്രൈ. എനിക്ക് സാമ്പാർ സാദം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, ബാക്കിയൊക്കെ ആഡ് ഓൺസ് ആണ്. അത് സാമ്പാർ സാദം മാത്രം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തൊക്കെ പോയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നീ ഇത് കഴിഞ്ഞു. കേട്ടോ, വേഗം വേണം കേട്ടോ. ചിക്കൻ ഫ്രൈക്ക് പെരട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ എനിക്ക് ഇന്ന് രാത്രി വരെ ഉള്ള സമയം, മനസ്സിലായില്ലേ? രാത്രി 24 മണിക്കൂർ. 24 മണിക്കൂർ ആണെങ്കിലും രാത്രി വരെ ഉള്ളൂ. കിടന്ന് ഉറങ്ങണമല്ലോ. അപ്പൊ എനിക്ക് മാക്സിമം എനിക്ക് നിന്നെ കൊണ്ട് പണി ചെയ്യിപ്പിക്കണം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. എനിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിപ്പം കോമൺലി കാര്യങ്ങളാ. ഞാൻ തീയതിച്ച്. അപ്പം നമുക്ക് നല്ലൊരു പാട്ടൊക്കെ പാടി, ഒരു നാടൻ പാട്ടൊക്കെ പാടിയിട്ട് നമുക്ക് തുടങ്ങാം. കുട്ടനാടൻ കുഞ്ചയിലെ തലേ കെട്ട് വേണ്ടേ? തലേ കെട്ടണം. തലേ കെട്ടിട്ട് ഒരു ഞാനാ ഇട്ടുതരുമല്ലേ ഓരോന്ന്. എനിക്ക് എന്തിന്റെ കേടാ, ഈ കോസ്റ്റ്യൂമിൽ തലേ കെട്ടി അടിപൊളിയായിരിക്കും. തലേ കെട്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടേ, കുക്ക് ചെയ്യുമ്പോൾ ഫുൾ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ. ഉണ്ടാക്കുന്ന തമിഴ് ഫുഡ്, അപ്പൊ തമിഴ് സംസാരിച്ചാ പോരെ? ഒന്നാമത് അതിന്റെ കൂടെ തലക്കെട്ട് വേണം. ഇംഗ്ലീഷ് മസ്റ്റ്. ഇംഗ്ലീഷ് ഇനി തൊട്ട് ഞാൻ പറയുന്നത് വരെ ഇംഗ്ലീഷിൽ സംസാരിക്കാവൂ. ഓക്കെ, ഐ ട്രൈ മൈ ബെസ്റ്റ്. സോറി, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഇതൊന്ന് കെട്ടി തരൂ. സോറി, can you please help me with this? No, I don't know. ഞാൻ ഇംഗ്ലീഷ് പറയുന്നത് എനിക്കറിയത്തില്ല. Can I keep like this? Okay, then come. My cooker. നമ്മള് ഇത് നാടൻ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എവിടെയെങ്കിലും റെഫറൻസ് നോക്കിയായിരുന്നോ?
Yeah, I checked the YouTube. യൂട്യൂബ്. ഓക്കെ. ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണോ ചെയ്യാനായിട്ട് സാമ്പാർ സാധം? എന്താണ് നമ്മളെ? It's very simple. We will only take 5 minutes if it is all already. Then we can cook easily. Now the cooker is ready. Cooker is ready. Okay. അതെ പെട്ടെന്ന് ഇംഗ്ലീഷ് കിട്ടത്തില്ല. Then we cooker we eat. No. Cooker we eat. It's only for cooker. Cooker is only for cooker, you know. Then സാമ്പാർ സാധി ബട്ടർ ഇടോ? We can take little bit only for some flavor. Done. Then along with this we can add some coconut oil. Okay. If any mistake in my English, please. ഇനി തമിഴ്. தமிழ்னா ஈஸியா பேசலாம். ஓகே, நம்ம இப்ப பட்டர் போட்டோம், அதுல வந்து கோகனட் ஆயிலும் போட்டோம். நெக்ஸ்ட் கடுகு. കടുകിന് എന്ത് തമിഴ് പറയുന്നത്? കടുകെന്നാണോ പറയുന്നത്? அதுக்கு தமிழ் எனக்கு தெரியாது. ഗയ്സ് മസ്റ്റാർഡ് ഇംഗ്ലീഷ് പോലാമോ? തമിഴ് പറഞ്ഞ തമിഴായിരിക്കും, അത് അറിയത്തില്ല. അപ്പൊ അവിടെ ഒരു മൈനസ് മാർക്ക്. ഇത് போடும்போது டக் டக்னு வெடிச்சிடும். அதாயிட்டு பொட்டாசா? சின்ன பொட்டாஸ். அப்படியே போடலாம். நெக்ஸ்ட் வந்து என்ன போடணும்? ஏதாவது போடடி. ஓகே. கொஞ்சம் ജീരക്. നീ ഹിന്ദിയും പറയുന്നു, തമിഴും പറയുന്നു, ഇംഗ്ലീഷും പറയുന്നു. നീ എന്തോ ഈ പറയുന്നത് എനിക്ക് സംശയം. ഓക്കെ, നെക്സ്റ്റ് கொஞ்சம் പെരുങ്കായം. തമിഴ് എഴുതിയിട്ടുണ്ട്. பெருங்காயம் போட்டுலாம், கொஞ்சம் போதும். கொஞ்சம் எல்லாம் கொஞ்சம் போதும். ஏன்னா சாம்பார்ல நாம இது போடுவோம், உங்களுக்கு தெரியும் இல்லையா? ஓகே, கொஞ்சம் பெருங்காயம் போட்டாச்சு. അപ്പുറം ഇതുവരെ ഞാൻ സാമ്പാർ സാധനം ഒരു വട്ടം എന്തോ ഹോട്ടലിൽ കഴിച്ചിട്ടുള്ളൂ. മൃദുലയുടെ കൈ കൊണ്ട് സാമ്പാർ സാധനം ഇന്ന് പൊളിക്കും. ஓகே, அப்புறமா இந்த பவுடர்ஸ் எல்லாம் வந்து போட்டு ஒரு வயத்தி எடுத்துடலாம். ஒரு கலக்கிடலாம். கலக்கிறதுக்கு தண்ணி இல்ல, நம்ம கொஞ்சம் ஃப்ரை பண்ணி எடுக்கணும். இது வந்து சாம்பார் பவுடர். ஓகே, ஃபர்ஸ்டா சாம்பார் பவுடர் போட்டாச்சு. நம்மளோட ஃபயர் வந்து கொஞ்சம் ஜாஸ்தி, அதனால சீக்கிரமா போடணும். எவ்வளவு ரொம்ப அருமையா பேசுற கைஸ், ஃபயரா இருக்குங்க. அதான் ஒரு ஆப்பர்ச்சுனிட்டி கிடைக்கணும் நம்ம பேசுறதுக்கு. கொஞ்சம் கரம் மசாலா போட்டாச்சு. அதுக்கப்புறமா வந்து கொஞ்சம் തമിഴ്നാട്ടിലുള്ള തട്ടുകട വിടണം, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട്. ഇന്ന് മുതൽ സാധാരണ എന്തോരം സ്ലോ ആയിട്ട് കുക്ക് ചെയ്യുന്നു, ഇന്ന് തീ പാറുന്നു. அதுக்கப்புறமா கொஞ்சம் குருமுளகு. ഇത് കൺട്രാവിയാ ഇருக்கு തമിഴ്, മലയാളത്തിലെ പേസ്. ഇത് കരിഞ്ഞു പോയടേ. ഇല്ല നമ്മ പോട്ടலாம். സോറി, നമുക്ക് ഇടാം. എല്ലാം അങ്ങോട്ട് കേട്ടോ, കാരണം സമയമില്ല. എല്ലാം അങ്ങോട്ട്. എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടായിരുന്നോ? ഞാൻ ഇളക്കിക്കൊണ്ട് പറഞ്ഞില്ല എന്തൊക്കെയാണ്. ഈ സാമ്പാർ സാധനത്തിൽ എന്തിനാ പയറൊക്കെ ഉണ്ട്? ഓക്കെ, ഒന്ന് പൊടിയൊക്കെ ഇട്ട് അതിന്റെ പച്ചമണം ഒന്ന് മാറിയപ്പോഴത്തേക്ക് മാറ്റിക്കോ കുഴപ്പമില്ല. എനിക്ക് തന്നെ ഇതായിട്ട് തോന്നുന്നു. പിന്നെ എങ്ങനെയാ ഉണ്ടാക്കുന്നേടാ? ഇങ്ങനെയൊക്കെയാ ഉണ്ടാക്കുന്നേ. 10 കൊച്ചുള്ളി, ഒരു സവാള അരിഞ്ഞത്, പിന്നെ ഒരു തക്കാളി, ഒരു ഉരുളൻകിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു മുരിങ്ങയ്ക്ക, കുറച്ച് കരിവേപ്പില കുക്കറി ഇട്ടുകൂടാ, ഞങ്ങൾ വീണ് പോയതാ. പിന്നെ മുരിങ്ങയ്ക്ക പറഞ്ഞല്ലോ, പിന്നെ ഇത് കത്തിരിക്ക, നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ്, പിന്നെ കുറച്ച് ബീൻസ്, ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ ഏതാണ്ട് ഒരു നെല്ലിക്ക സൈസിൽ പുളി എടുത്ത് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെച്ചായിരുന്നു. അപ്പൊ ഇപ്പൊ അതിന്റെ ചൂടൊക്കെ പോയി കാണാം. നമുക്ക് കൈ ഒന്ന് കഴുകിയിട്ട് നല്ലോണം പെട്ടെന്ന് തീർത്തില്ലേ? നീ അത് ചോദിക്കുമെന്ന് എനിക്ക് അറിയാം, അതുകൊണ്ടാണ് ഞാൻ കൈ കഴുകിയത്. അതിന്റെ വേസ്റ്റ് ഇങ്ങെടുത്ത് അവിടെ ഇട്ടിട്ട് അത് പിന്നെ എടുത്ത് കളയാം. പുളിവെള്ളം ഒഴിക്കാൻ പോവാണേ. സിമ്പിളാ. ഇനി എന്ത് വേണമെന്ന് വെച്ചാ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ. കിട്ടുന്നില്ലേ? അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വെജിറ്റബിൾസ് 1-2 ഫിസിൽ അടുപ്പിച്ചേ. ഇനി ഞാൻ നേരത്തെ ആദ്യമേ അരിയും സാമ്പാർ പരിപ്പും കൂടെ വെള്ളത്തിൽ ഇട്ടായിരുന്നു. സാമ്പാർ പരിപ്പ് വേണമായിരുന്നോ? അടിയിലിട്ടില്ല, മേളങ്ങനെ കാണുന്നതേ ഉള്ളൂ. പറഞ്ഞെങ്കിൽ എല്ലാത്തിലും അല്ല സാർ, കൂടുതൽ സംസാരങ്ങളൊന്നും വേണ്ട, അങ്ങ് ഉണ്ടാക്കി തന്നാ മതി കേട്ടോ.
ഞാൻ മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളും എണ്ണിയായിരിക്കുന്നത് കേട്ടോ. എനിക്കിത് വേഗം ഇവളെ കൊണ്ട് തീർക്കണോ? എനിക്ക് ഇവർ പരിപാടികളുണ്ട്. ഇത് എന്ത് പറയാനാന്ന് പറയണേ. ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കാൻ അറിയോ? കടയിൽ നിന്ന് ലോലിപോപ്പ് വാങ്ങി ചിക്കൻ കുത്തി വെക്കില്ലേ, അതല്ലേ നമ്മളെ ചിക്കൻ ലോലിപോപ്പ്. ഇതാണ്ട് ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം. ഇതിന്റെ ലെഗിന്റെ ഭാഗത്ത് ഞാൻ കുറെ അങ്ങ് തിന്നിട്ട് ബാക്കി മേളിൽ മാത്രം വെച്ചിട്ട് നിനക്ക് ലോലിപോപ്പായിട്ട് ഞാനൊക്കെ തരാം. ഇത് സാമ്പാറല്ല, തീയല. സാമ്പാർ പൊടിയൊക്കെ കിട്ടോ? സാമ്പാർ പൊടിയൊക്കെ ഇട്ടതാ ഞാൻ. ഓക്കെ, അപ്പൊ ഇത് 2-3 ഫിസിൽ അടിച്ച് കുറച്ചൊന്ന് ഉടഞ്ഞിട്ടുണ്ട്. ചോറിടുമ്പോ ചോറിട്ട് വേണേ ഒന്ന് കൈവച്ചൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. വേണ്ട, കിടക്കട്ടങ്ങനെ. വേണേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. അടിപൊളി. ഉപ്പൊക്കെ ഉണ്ടോ? അതായത് അരി ഇടുമ്പോ ഇച്ചിരി ഉപ്പ് മുന്നോട്ടിക്കണം. വേണമെങ്കിൽ അപ്പൊ കുറച്ചിട്ടോ, കൊള്ളാം കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. കുറച്ചുകൂടി ഉപ്പിടാന്ന് വെച്ചാൽ നമ്മൾ അരിയും പരിപ്പ് ഇടാൻ പോവല്ലേ. സെറ്റ് കേട്ടോ, അടിപൊളിയായിരിക്കും. അപ്പൊ ഗൈസ് ഇത് സെറ്റ് ആയിട്ട് ഇനി വരാം കേട്ടോ. ഇതെല്ലാം സെറ്റ് ആയിട്ട് അവിടെ പ്ലേറ്റ് ഡെസ്കി കാണാം. ഓക്കെ. ഹേ ഗൈസ്, ഞാൻ ആൾറെഡി കഴിച്ചു കേട്ടോ. വിശപ്പ് നല്ല ഉണ്ടായിരുന്നു. സോ ദേ നമ്മൾ ടേസ്റ്റ് ചെയ്യുവാണ്. സാമ്പാർ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്പൂട്ടൻ എന്താണ്ട് ഇവിടെ. അയ്യോ, ഇപ്പൊ തട്ടിയാണ്. ലെറ്റ്സ് ടേസ്റ്റ് ഗൈസ്. അല്ല, ആവി പാറുന്ന സെറ്റ് സാധനം. ചിലയിടത്ത് ഭയങ്കര ഗ്രേവി ആയിട്ടാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നു. ലെവൽ സാധനം എടാ, നമ്മളെ തക്കാളി ചോറിനെ കാട്ടിക്കൊള്ളണം. ഇതെന്ന് പറയുന്നത് ഇത് കുറെ കൂടെ പച്ചക്കറികള്, പുളി, വെള്ളം എല്ലാം കൂടെ വരുമല്ലോ. പുളിയുടെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ടല്ലേ. വേറെ എന്തൊക്കെയാന്ന് പറയാ? വേറെ മോരുണ്ട്, തോരനുണ്ട്, ചമ്മന്തി, ചിക്കൻ ഫ്രൈ ഉണ്ട്, അച്ചാറുണ്ട്. അപ്പം ഇനി മാർക്കടാ 5-5. അപ്പൊ ഇനി ഞാൻ അമ്പൂട്ടനും കൊടുത്ത് ഇതും കഴിഞ്ഞ് ടാസ്ക് 6 കംപ്ലീറ്റഡ് ആണ്. അപ്പൊ അമ്പൂട്ടനും കൊടുത്ത് ഞാനും തിന്ന് എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അതുവരെ റെസ്റ്റ് തരുമോ സാർ? ഉറപ്പായിട്ടും. കുറച്ച് നേരത്തേക്ക് ഞാൻ അത് കഴിഞ്ഞാണ് ഇനിയാണ് യഥാർത്ഥ പണി വരാൻ പോകുന്നത്. ഇത്ര നേരം നമ്മൾ ഹൗസ് ഹോൾഡ് വർക്കായിരുന്നു. അതെ, രണ്ടുപേർക്കും ഗുണമുള്ളതായിരുന്നു. അപ്പൊ ഇനി അങ്ങോട്ട് പറയുന്നത്. ഓക്കെ. അപ്പം ഗൈസ് ഈ സാധനം സെറ്റാട്ടോ, കടിച്ചിട്ട് വരാം, ഫുള്ള് തീർക്കട്ടെ. ഹേ ഗൈസ്, അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അമ്പൂട്ടന് ഉറങ്ങി. അതെ, കുറെ നേരം നമ്മൾ റെസ്റ്റ് എടുത്ത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തു. അതെ, അപ്പൊ ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് 7ാമത്തെ ടാസ്ക് ഒരു 100 കലോറി ബേൺ ചെയ്യുക. അല്ല വേണ്ട, 50 മതി. 50 കലോറി ബേൺ ചെയ്യുക. പെട്ടെന്ന് പറയണം. ഓക്കെ, ഒരു 20 മിനിറ്റ്സ് ഞാൻ തരത്തോളൂ. ഓടേണ്ടി വരും. ഞാൻ ഓടണം, മേലിൽ പോയി ഓടണം. 50 കലോറി ബേൺ ചെയ്യണം. ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്യാൻ വരും. വേറെ സംസാരങ്ങളൊന്നുമില്ല. സ്റ്റാർട്ട്. ടൈം ഞാൻ ഇവിടെ നോക്കിക്കോളാം. ടൈമിൽ ഞാൻ വേറെ എന്തെങ്കിലും കൺസൾട്ടേഷനൊക്കെ തരാം, കുഴപ്പമില്ല. മാക്സിമം 20 മിനിറ്റ്സ് എടുത്തോളൂ. അതിനകത്ത് കലോറി ബേൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ബേൺ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. 50 കലോറി പക്ഷെ ബേൺ ചെയ്യണം. അന്നേരം ആണെങ്കിലേ കുറച്ച് ആക്റ്റീവ് ആയിട്ടിരിക്കുവായിരുന്നു. ഇപ്പൊ ഇങ്ങനെ അമ്പൂട്ടന്റെ കൂടെ അവനെ ഉറക്കാൻ വേണ്ടി കിടന്ന് എനിക്കും ചെറുതായിട്ട് ഉറക്കമൊക്കെ വരും. പോ മോളെ. ഓക്കെ. എന്റെ ഫോൺ വേണം, ശരി. പാട്ടൊക്കെ ഇട്ടോ. എന്റെ മനസ്സ് ചീത്തയൊന്നും വിളിക്കുന്നില്ലല്ലോ. പക്ഷെ നീ ഇത് ടാസ്ക് ആണെങ്കിൽ ഇത് എന്റെ നല്ലതിന് വേണ്ടിയല്ല. എന്റെ കലോറി പറഞ്ഞ എന്റെ ഫാറ്റിലി പറയുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്യും. നിന്റെ നല്ലതിനല്ലാത്ത വരുന്നുണ്ട്. I wanna be the greatest. Everybody on the fake shit. I look around and feel like everybody is the fakest. I make this every day and I'm impatient, hoping one day I blow up from the basement. Statement, the top is so vacant. I don't hear shit that I think is amazing. Waiting for my day when I'm playing sold out shows for 1,000 faces. Hey, give me that crown, get in my way and to be put down. It ain't your place. ഇവിടെ മൃദുല ഓടി തകർക്കുകയാണ് കേട്ടാ. മൃദുല ഇന്നും ഭയങ്കര വർക്കൗട്ടായിരുന്നു കേട്ടോ. ഇന്ന് വണ്ടി കഴുകി എനിക്ക് ഒരു നേരം മൃദുല നടങ്ങിയിരുന്നിട്ടില്ല. ടാസ്ക് കഴിഞ്ഞോ? എൻ്റെ മോളെ 52 കലോറിയൊക്കെ. ഞാൻ ഇന്ന് പ്രതീക്ഷയിൽ ഇത്ര പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത്. എല്ലാം ഫുൾ റൺ ചെയ്യുമായിരുന്നു കേട്ടോ.
മതി കേട്ടോ, ടാസ്ക് കഴിഞ്ഞു. സ്റ്റോപ്പ് ചെയ്തോ. അതിന് പതുക്കെ ഒറ്റ നിർപ്പം നിൽക്കണ്ട. യാ സക്സസ്ഫുൾ. അടിപൊളി. ഓ 55 കലോറി ബേൺ ചെയ്തിട്ടുണ്ട്. സോ താഴെ വരൂ, അടുത്ത ടാസ്ക് വരാം. 10 of 10 അല്ലെങ്കിൽ 5-ലാണല്ലേ? ഔട്ട് ഓഫ് 5. ഓക്കെ 56, 50 പറഞ്ഞ് 56 ബേൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ അടുത്തത് വരും. എവിടെ കുപ്പിന്ന് വന്ന ഭൂതം കേട്ടോ. ഇന്ന് തീരുമ്പോൾ ഞാൻ കൊടുക്കണം എനിക്ക്. ഞാൻ ഇന്ന് വർക്കൗട്ട് ചെയ്യാറില്ലല്ലോ, അതും 10 കലോറി മാത്രമേ ഞാൻ നടന്നുള്ളൂ, ബാക്കി ഞാൻ ഓടി. വേണമെങ്കിൽ സുഖമായിട്ട് 100 കുറയ്ക്കാം, പക്ഷെ എല്ലാം ഓടിക്കൊണ്ട് പറ്റത്തില്ല. ഇവിടെ ഭയങ്കര പിടുത്തം കേട്ടോ. അതെ, ഓടാതിരുന്ന് ചെയ്യാതിരുന്ന് ശീലമില്ലാത്തതുകൊണ്ട് ചെയ്യുന്നുണ്ട്. വേറെ എങ്ങും കുഴപ്പമില്ല, ഇവിടെ ഈ രണ്ടടം ഇവിടെ അങ്ങ് പിടിക്കുന്നു ഭയങ്കരമായിട്ട്. നല്ലതാ. ഹേ ഗൈസ്, അങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് റെസ്റ്റ് ഒക്കെ എടുത്ത്. അപ്പം ഞാനോട്ട് ഏറ്റവും കൂടുതൽ വഴക്കിടുന്ന മെയിൻ സാധനം ഒരുങ്ങുന്നതും കുളിക്കുന്നതുമായിട്ടുള്ള സാധനത്തിന്. കാരണം കയറിക്കഴിഞ്ഞാൽ 2 മണിക്കൂറാണ്. ഇന്നെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് അവളൊന്ന് ഒരുങ്ങി കുളിച്ച് നേരത്തെ വരണം. അപ്പം നമുക്ക് പുറത്ത് പോകണം. അപ്പം നിനക്ക് ഞാൻ തരുന്ന ടൈം എന്ന് പറയുന്ന വെറും 15 മിനിറ്റാണ് കുളിച്ചിട്ട് വരാൻ പറഞ്ഞത്. വെറും 15 മിനിറ്റ് കൊണ്ട് കുളിച്ചിട്ട് വരണം. കുളിച്ചിട്ട് വന്നാൽ മതി. അല്ല 10 മിനിറ്റ്. 15 മിനിറ്റ് 15 എന്ന് പറഞ്ഞാൽ ഒരു ആശ്വാസം. 10 മിനിറ്റ്. 10 മിനിറ്റ്. ഞാൻ ഷാമ്പു ഒക്കെ ഇടുമ്പോഴാണ് താമസിക്കുന്നത്. പെട്ടെന്ന് നോർമലി കുളിച്ചു വരാൻ 10 മിനിറ്റ് മതി. പക്ഷെ 10 മിനിറ്റ് യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഇവിടെ അമ്പൂട്ടി അപ്പോഴത്തേക്കും ഉറക്കമൊക്കെ എണീറ്റിട്ടുണ്ട്. ഞാൻ റൂമിലൂടെ ഒന്ന് തലയിട്ട് നോക്കിയതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് അമ്പൂട്ടി എണീറ്റ് കേട്ടോ. ഇപ്പം സമയം നമുക്ക് 1 മിനിറ്റ് 35 സെക്കൻഡും ആയിട്ടുണ്ട്. നമുക്ക് 10 മിനിറ്റ് സമയമുള്ളൂ. എന്തായാലും അവൾ അതിന് മുമ്പായിട്ട് ഇറങ്ങൂല കേസ്, എനിക്ക് ഉറപ്പാണ്. മൃദുലയ്ക്ക് വേറെ എന്തിനാണെങ്കിലും ഒരുങ്ങാൻ അവൾക്ക് ആ സമയമൊന്നും പോരാ. അല്ലേടി അമ്പൂട്ടി? ഒരുങ്ങണ്ട, അല്ല മീൻസ് കുളിച്ചിറങ്ങാനാ നീ 10 മിനിറ്റ് കൊണ്ട് ഇറക്കത്തില്ലെന്ന് ഞാൻ പറയുക കേട്ടോ. സത്യം ഞാൻ 10 മിനിറ്റ് കൊണ്ട് കുളിയും കേട്ടോ. പക്ഷെ അവളെ കളിയാക്കി എന്നെ കാക്കക്കുളിയാന്ന്. എന്നാലും കുഴപ്പമില്ല. ചോദ്യം കാണോ അച്ഛനെ ഇങ്ങനെ കെത്തിപ്പിങ്ങോ? ക്യൂട്ടാണോ അമ്പൂട്ടി? അമ്പൂട്ടി ക്യൂട്ടാണോ? ഓ ഗോടക്കം വരുവാണേ. 3.5 മിനിറ്റ് ഇല്ല അമ്പൂ. 3.5 മിനിറ്റ്. 4 മിനിറ്റ് ആയി. 3 മിനിറ്റ് 4 മിനിറ്റ് ആയിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? 5 മിനിറ്റ് ഗൈസ്. സമയം എന്ന് പറയുന്നത് 7 മിനിറ്റ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. 7 മിനിറ്റ്. ഇവിടെ അവള് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം നിനക്കറിയാം 7 മിനിറ്റ് കൊണ്ടും ഒരുങ്ങാൻ നിനക്ക് അറിയാം ഗൈസ്. ഞാൻ ചുമ്മാ 1 മണിക്കൂറൊക്കെ എടുക്കും. 1 മണിക്കൂർ കുറഞ്ഞത്. ഓ മൈ ഗോഡ്, എന്റെ പൊന്നു ഗൈസ്, ഇത് കറക്റ്റ് 7.5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞപ്പോ കുളിച്ചിറങ്ങിയേ. ഈ ഡ്രസ്സ് സെലക്ട് ചെയ്താകുമ്പോ ഒറ്റയും കിട്ടാ മതിയല്ലോ. മറ്റേത് പാന്റ് വലിച്ച് ടീഷർട്ട് ഇടണ്ടേ. തോർത്തിയ പോലും ഇല്ല. നോക്കി കയ്യിലൊക്കെ വെള്ളം അങ്ങനെയുണ്ട്. സെറ്റ്. ഞാൻ ഉറക്കം നോക്കി, പക്ഷെ ഉറങ്ങിയില്ല. എന്നാലും യു ബ്രില്യന്റ്. കാക്കക്കുളി വിളിച്ചിട്ട് തോർത്തിയ പോലും ഇല്ല. അല്ല നിനക്കപ്പ അണിയാം. എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്നാൽ നിനക്ക് അണിയാം. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട് നൗ. 15 മിനിറ്റ് ഒരുങ്ങിക്കോണം. റെഡി ആയിക്കോണം പുറത്തു പോകാനായിട്ട്. ശരി, 15 മിനിറ്റ് കുഴപ്പമില്ല. ഞാൻ ഈ വള്ളിയപ്പോ കെട്ടണ്ടല്ലോ അപ്പോളെ. പുറത്തു പോകാൻ റെഡി ആവണം. ഇതല്ല, പുറത്തു പോകാൻ റെഡി ആവണം. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഈ ടാസ്കിന്റെ മാർക്ക് ഇത് 5. ഓക്കെ, ആ ടൈം ഒന്ന് റീസെറ്റ് ചെയ്യാൻ എനിക്ക് കൈ ഒഴിവില്ല. ടൈം എടുത്ത് റീസെറ്റ് ചെയ്യും. അപ്പൊ നിനക്ക് അറിയാം ഒരുങ്ങാൻ. എടി എന്നും ഇങ്ങനെ ആയിക്കൂടെ മൃദുല നിനക്ക്? എടാ ആകെ മീ ടൈം കിട്ടുക കുളിക്കുമ്പോഴാ. അത് എനിക്കൊന്ന് കുളിക്കണ്ടേ? ഞാൻ പല്ലൊക്കെ തേച്ച് ബാത്റൂമിലൊക്കെ പോയി ഫേസ് ഒക്കെ ഒന്ന് ക്ലെൻസ് ചെയ്ത് ഇച്ചിരി ടൈം എടുത്ത് ഷാമ്പു ഒക്കെ കുളിക്കുമ്പോ ടൈം എടുക്കും. ഇപ്പൊ എടുക്കാം. അമ്മ രണ്ടുപേരും നമ്മൾ രണ്ടുപേരും അപ്പുറം ഇരിക്കണം കേട്ടോ. സോ അപ്പൊ അടുത്ത ടൈം റീസെറ്റ് ചെയ്യൂ. റീസെറ്റ് ചെയ്യൂ. 1 മിനിറ്റ്. അപ്പോൾ ഇനി ഒരുങ്ങാനായിട്ട് എടുക്കേണ്ടത് വെറും 15 മിനിറ്റ് ഞാൻ തന്നിരിക്കുകയാണ്. കാരണം 7 മിനിറ്റിന് 3 മിനിറ്റ് കൂടി ഉണ്ടായിരുന്നു. 15 മിനിറ്റ് കൊണ്ട് നോർമൽ ഡ്രസ്സല്ല ഇടണ്ടേ, സാരിയാണ് കൊടുക്കണ്ടേ. സാരി കൊടുക്കാൻ എനിക്ക് എളുപ്പമാണ് എന്നും പറഞ്ഞ് 15 മിനിറ്റോടെ സാരി കൊടുത്ത് പുറത്താൻ വേണ്ടി റെഡിയായി നിൽക്കണോ? അതാണല്ലോ ചലഞ്ച് അല്ലേ? എടാ ഇത് ഭയങ്കര പണിയായി പോയി. അല്ല ഞാൻ പെട്ടെന്ന് അത് മനസ്സിൽ വെച്ചിരുന്നു. പക്ഷേ ഡ്രസ്സ് എന്ന് പറയാൻ മറന്നു. 50 മാസം അടിച്ചു. അയ്യോ ക്യാമറ അടിച്ചു. സീരിയസ് ആയിട്ട് സാരി കൊടുക്കണം. 15 മിനിറ്റ്, ഒരു 5 മിനിറ്റ് കൂടെ തരാൻ പറ്റുമോ? നോ. അപ്പൊ ഓക്കെ, ടൈം സ്റ്റാർട്ട് നൗ. സാരി കൊടുക്കണം 15 മിനിറ്റിൽ. യെസ്.
അമ്മച്ചി പോയി ഓടി വരും. ഗൈസ് സമയം ഏതാണ്ട് 4 മിനിറ്റും 47 സെക്കൻഡ്. 5 മിനിറ്റ് 5 മിനിറ്റ് ആവറായേ ഗൈസ്. 9 മിനിറ്റ് 42 സെക്കൻഡ്. എന്തായി അതല്ലേ നമുക്ക് അത്ര ടെൻഷൻ ഇല്ല. സാരി കൊടുക്കാൻ 5 മിനിറ്റ് മതി. കോളേജ് പഠിക്കുമ്പോൾ എത്ര നേരം കൊടുക്കൂടാ? 5 മിനിറ്റ് പോലും വേണ്ട. അതില്ലേ പിള്ളേർ വന്ന് ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടായിരിക്കും എന്നെ വിളിക്കുന്നത്. അപ്പോഴായിരിക്കും സാരിയും ചുറ്റി ഓടുന്നത്. 10 മിനിറ്റ് ആയി. അയ്യോ ഇവിടെ ശരിയായില്ല. കുഴപ്പമില്ല. എന്നാലും നീ അത്ര സമയം കൊണ്ട് കൊടുത്തില്ലേ? ഞാൻ ഇത് പ്ലീറ്റ് എടുത്താ കുത്തിയേ കൊള്ളാം. മീനുവിന്റെ സാരിയാ. ഇനി നീ 15 മിനിറ്റ് ഓടിക്കോ ഇതിനെ കൊണ്ട് ഓടിക്കോ. അപ്പൊ അമ്പൂട്ടി ഇല്ലെങ്കിൽ നീ പെട്ടെന്ന് ഉണരും. അല്ല പെട്ടെന്ന് ഒരുങ്ങും. അവന്റെ ഇതോ സമയം കൂടെ നോക്കിട്ടല്ലേ. ഇത് കറക്റ്റ് ടീച്ചർ സാരിയാ. എക്സാക്ട് ടീച്ചർ സാരിയാ. ഞാൻ അഴിച്ചിടണമായിരുന്നോ? രസമുണ്ട് കാണാൻ. അടിപൊളിയില്ലേ? ഇനി ബാക്കി ഒരുങ്ങിട്ട് ഇതിന് ഈ കുയിപ്പിനെ എടുത്തിട്ട് പോ. ടൈം കഴിഞ്ഞ് 14 മിനിറ്റ് 22 സെക്കൻഡ്. ഇപ്പം സമയം ഇപ്പോൾ അപ്പാകും. 14 മിനിറ്റ് 34 സെക്കൻഡ് 36 സെക്കൻഡ്. ഞാൻ വരട്ടെ. 14 47 സെക്കൻഡ് 48 സെക്കൻഡ് 49 സെക്കൻഡ് 50 സെക്കൻഡ് 10 സെക്കൻഡ് കൂടി. എടി നിനക്ക് അറിയാം ഇടിയടി. അപ്പൊ ഒരുങ്ങായി നീ സിനിമയ്ക്ക് പോകുമ്പോ ഞാൻ നിന്നെ പുറകെ കിടന്ന് ഒരുങ്ങടി. തീർന്ന് ടൈം അപ്പ്. ഓവറോൾ ലുക്ക് ഒന്ന് കണ്ടാലോ? അപ്പൊ അറിയാം. ഞാൻ മുഖത്തൊന്നും ഒന്നും ഇട്ട് ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടുള്ളൂ. എന്തിനാ ഇത് മതി. ഇത് ഓക്കെയാണ്. ഏട്ടാന്നല്ല ഓക്കെയാണ്. അപ്പൊ ഗൈസ് അപ്പൊ ഒരുങ്ങി കഴിഞ്ഞു. അപ്പൊ ഞാനും കൂടെ റെഡി ആവട്ടെ. എന്നിട്ട് നമുക്ക് പുറത്തോട്ട് പോവാം. ബാക്കി കാര്യങ്ങൾ പുറത്ത് വെച്ചിട്ട്. ഇതിന് മാർക്കിട്. അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാ ശരി എഴുതിക്കോ. മുടി ഒന്ന് ചീപ്പണം. കെട്ടുന്നില്ല, ചീപ്പിയാ മതി. കണ്ണെഴുതാനൊരു സാരി കൊടുത്തോണ്ട് നമ്മൾ അങ്ങ് കണ്ണടച്ചായിരുന്നു. അത് ഞാൻ നീ പോയി കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതാ ടൈം പോയി. അപ്പൊ ഇവിടെ കറക്റ്റ് ആയി. ഇതുവരെ നടന്നതെല്ലാം പോയി. ഇനിതാൻ നിജമേ ആരംഭിക്കുന്നതേ. അല്ല ഞാനൊരു മാസടിച്ചതാ. ഇപ്പൊ തുടങ്ങാം. ഞാൻ സാരി ഉടുത്തേക്കുന്നതെന്ന് നിനക്ക് ഓർമ്മ വേണം. അമ്പൂട്ടനെ എടുത്തേക്കുന്നു എന്ന് ഓർമ്മ വേണം. ആൾക്കാരൊക്കെ വരുന്നു. എനിക്കൊരു ഒരു 3 വാക്ക് സാരി ഉടുത്തിട്ട് ഒരു 3 വാക്ക് വേണം. അതിന് 3 വാക്ക് എനിക്ക് അറിഞ്ഞൂടാ. 3 വാക്ക് അറിയണമെന്നില്ല. അതൊക്കെ ചെയ്താ മതി. 3 വാക്ക് ലെറ്റ്സ് സേ യെസ് പറ. യെസ് 3 വാക്ക് ചെയ്യൂ. അത് ചാണാതെ ചവിട്ടിയത് അതല്ല വേണ്ടത്. 3 എനിക്ക് അറിയത്തില്ല. അത് വേണ്ട. അങ്ങ് ചെയ്താ മതി. സീരിയസ് ആയിട്ട് എനിക്ക് അറിയത്തില്ല. 3 വാക്ക് അറിയില്ല. അറിയുന്ന കണക്ക് ഒരച്ചങ്ങ് പോയാൽ മതി. അതിന് ഷൂ വേണം. അത് കുഴപ്പമില്ല. ഇയാളത് പറഞ്ഞങ്ങ് ചെയ്താൽ മതി. അതെ അവിടെ കേട്ടോ പെണ്ണുങ്ങളെ ബാത്റൂം അവിടെ ആ ഭാഗത്തായിട്ട് വരും. അങ്ങോട്ട് പോയാൽ മതി കേട്ടോ. ചേട്ടൻ നോയിക്കൊണ്ട് പോയി. പെണ്ണിന് പ്രാന്താണ്. 3 വാക്ക് അറിയില്ല പോലും ഒരു ഡാൻസർ ആയിട്ട്. പുള്ളി അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. എന്തെങ്കിലും പോയി കാര്യം പറ. തോളെ കഴിയിട്ട് സുഖമൊക്കെ അന്വേഷിക്കും. ചേട്ടാ ആൾക്കാർ ഫോട്ടോ എടുക്ക. സുഖം അന്വേഷിക്ക്. പാവം എത്ര വർഷം ഇവിടെ. സുഖമാണോ? ഇന്ന് ഓരോരുത്തർ വന്നിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് പോവല്ലേ. എന്താണ് പറയാനുള്ളത്? മതി ബാബാ എണീറ്റ് വാ. അത് ജീവനുണ്ടെന്നെ ഉച്ച നോക്കി തന്നെ. മൃദുല എനിക്ക് നാടൻ ഐറ്റംസ് എന്തെങ്കിലും വാങ്ങിച്ചോട്ട് തരണം. നാടൻ ഐറ്റംസ്. ദോശയൊന്നും പറ്റത്തില്ല. അത് എന്റെ ഇഷ്ടപ്പെട്ട പഴങ്കഞ്ഞി നീ ഇവിടുന്ന് ഇപ്പൊ ഉണ്ടാക്കി തരും എനിക്ക്. ലൈക്ക് ഇടിയപ്പം പൊറോട്ട അങ്ങനൊക്കെ ഐറ്റംസ്.
അതുമല്ല എനിക്ക് വാരി തരണം കേട്ടോ. അമ്പൂര് വാരി തരുന്ന പോലെ എനിക്ക് വാരി തരണം. ഇവിടുത്തെ ക്രൗഡ് കണ്ടോ? ക്രൗഡ് ഞാൻ കണ്ടോ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എനിക്ക് വാരി തരണോ. ബാക്കിലോട്ടും ഉണ്ട്. അപ്പൊ എനിക്ക് ചിക്കൻ കറിയോ അല്ലെങ്കിൽ നാടൻ ഐറ്റംസ്, എനിക്ക് ഫ്രൈഡ് ചിക്കനോ ഷവർമ ബർഗർ പിസ്സ ഇതൊന്നും വേണ്ട. പക്ഷെ പൊറോട്ടയും ബീഫും ഒക്കെ വേണം അല്ലേ? ചിക്കൻ കറിയോ എന്തോ ആവാം, നാടൻ ഐറ്റംസ് എന്തെങ്കിലും. എനിക്ക് ഒരു ഇപ്പൊ സമയം എത്രയായി? ഈ ക്രൗഡ് വെച്ച് ഒരു അരമണിക്കൂറിനുള്ളിൽ എനിക്ക് കിട്ടണം. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. നീ എന്ത് പറഞ്ഞാലും എസ് ആണെന്ന്. ഓക്കെ, ഞാൻ അമ്പൂന് നോക്കിക്കോളാം. എന്നാ only 10 minutes. നീ അരമണിക്കൂറിനല്ലേ പറഞ്ഞത്? 10 മിനിറ്റ് ഉണ്ട്. ഫുഡ് വരുമ്പോ കണ്ടാ മതി, കുഴപ്പമില്ല. പറഞ്ഞു തരണ്ട. എനിക്ക് ഇങ്ങനെ സസ്പെൻസ് ആയിട്ട് ഇരിക്കുന്ന ഇഷ്ടം. ചായ വേണമെന്നുണ്ടോ? ചായ വേണ്ട, ചായ കുടിക്കുന്നില്ല ഇവിടെ. അല്ല, ഇയാൾക്ക് ചായ ഇഷ്ടമാണല്ലോ. എനിക്ക് വേണ്ട. ചായ കുടിച്ചൂടാ. വേണമോ എന്ന് ചോദിച്ചു. എന്തൊക്കെയാ ഇവിടെ എന്റെ ഫേവറേറ്റ്. എനിക്ക് വയ്യ, കൊത്തു പൊറോട്ട കഴിച്ചിട്ട് കുറെ നാളായി. പൊറോട്ട, ചിക്കൻ പെരളൻ, 3 നൂലപ്പം. ഇനി ആദ്യം എന്റെ കുഞ്ഞിനോട് എനിക്ക് പിന്നെ തന്നാലും മതി. തന്നോ? കുഴപ്പമില്ല, ഞാൻ വായി കഴിക്കാം. ഞാൻ തരാം. എനിക്ക് ഒരു ക്രിഞ്ച് കേട്ടോ, ഇവിടെ മൊത്തം ആൾക്കാരാ. ആണോ? എണ്ണ എന്ന് വാരി തന്നിട്ടുള്ളൂ. ഇങ്ങോട്ട് നീങ്ങി അടുത്തോട്ടിരി. എനിക്കൊരു പ്രശ്നമില്ല മൃദുലേ, കുറച്ച് വാരി തരാം. അവിടെ ഇത് പൊളി തോന്നാൻ കേട്ടോ. കൊത്തുപൊറോട്ട രക്ഷയില്ലട്ടോ മുതലേ. ശരിയുണ്ടോ? കൊത്തുപൊറോട്ട സീൻ. എങ്ങനെയുണ്ട് ഫുഡ് സെലക്ഷൻ? കറി ഫുഡ് സെലക്ഷൻ സൂപ്പർ. എപ്പോഴും നമ്മള് മാളി വരുമ്പോ ഇങ്ങനത്തെ ട്രൈ ചെയ്തില്ലല്ലോ. ട്രൈ ചെയ്തില്ല. നല്ലോണം വരുത്താ എനിക്ക്. അത് കണ്ണാക്ക് കൊള്ളും. ഊതിയിട്ടാ റൊമാൻറ്റിക് ആയിട്ടാ. രണ്ടും കൊള്ളാം. എല്ലാം നല്ല ബ്രാൻഡഡ് ആണല്ലോ, എല്ലാം ഉണ്ട്. ഇത് കൊള്ളാം. ഇതിന്റെ റെഡിന്റെ ആണ് ഇത്. ഇതാണോ? മണമില്ല. ലംബോർഗിനിയുടെ പെർഫ്യൂം. ഗസ് എടുക്കാല്ലേ? എന്റെ ഗസ്സൊക്കെ തെറ്റുമാണ്. അടിപൊളിയായിട്ടോ സാധനം. നല്ല അത്യാവശ്യം നല്ലൊരു ഫ്രഷ്, എന്താ പറയാ, നമ്മുടെ ഓഷൻ സംഭവം കൊണ്ടല്ലോ. ഫ്രഷ് ഫീൽ. 30% ഓഫ് ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ലൈഫിൽ ആദ്യമായിട്ട് ഈ ബ്രാൻഡ് ഞാൻ കണ്ടിട്ടുണ്ടോ, ഇതിന്റെ ബാഗൊക്കെ. അപ്പോൾ ഹാപ്പി അല്ലേ? നല്ല റിഫ്രഷിംഗ്, നല്ല സ്മെല്ല് ഉണ്ട്. നല്ല മണം. ഇതെല്ലാം ഓഫറും ഉണ്ട്. കൊള്ളാം. ബില്ലടി എത്ര രൂപയായി? 4000. ഓക്കെ. സെറ്റ്. ഷോപ്പിങ്ങിന് എടുത്തോണ്ട് കിടക്കണ്ട കേട്ടോ, നമ്മളെ കൂടെ ഓടിക്കോളും. ലൈറ്റിംഗ് കത്തിച്ച് പോ. നോക്ക്, എന്തൊരു പേട്ട ഇത്. പോക്ക് കുതിച്ചാ പോന്നെ. നടക്കുന്ന കുറവാ, കുതിപ്പാ കൂടുതൽ. അതേ മൃദുലേ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടാണ് നല്ലൊരു പ്രിന്റഡ് ടീഷർട്ട് നീ സെലക്ട് ചെയ്ത് തന്നാൽ. യെസ് ഓഫ് കോഴ്സ്. ഓക്കെ. പ്രിന്റഡ് ഷർട്ട് വേണോ ടീഷർട്ട് വേണോ? ടീഷർട്ട് മതി, പ്രിന്റഡ്. ഒരു ഐഡന്റിറ്റിയുടെ ഷർട്ടം എടുത്തു കേട്ടോ. ഈ ചലഞ്ച് ഇതോടുകൂടി ഇവിടെ ബാൻ ചെയ്തിരിക്കുന്നു ഗൈസ്. പിന്നെ ഇത് വാങ്ങിച്ചു തരുന്നത് ഇതൊരു റിട്ടേൺ വരുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ ഒന്നും മിണ്ടാതെ. അതിന്റെ അല്ല, ക്ലോസ് ആയി. നിനക്കങ്ങോട്ട് അർമാദിക്കാൻ പറ്റില്ല. ഷർട്ട് നോക്കാൻ പറ്റില്ല, അപ്പഴത്തേക്കും ക്ലോസ് ആയി. എനിക്ക് അത് കഴിഞ്ഞ് സത്യത്തിൽ ഒരു പേഴ്സ് വാങ്ങണമെന്നുണ്ടായിരുന്നു, പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ് നോക്കണം, വാച്ച് നോക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം ക്ലോസ് ആയി ഗൈസ്. ഞാൻ ഒന്നും ചെയ്തല്ലേ? ഞാൻ എന്തെങ്കിലും ചെയ്താണോ? യവനാണെങ്കിൽ അതിന് ഇടയിൽ കൂടെ ഓട്ടം. എടി ഇപ്പൊ വേറെ സൗകര്യം ഉണ്ടോ? ഇപ്പൊ തിരക്കില്ലാത്തതുകൊണ്ട് അവനിങ്ങനെ ഇറക്കി വിടാം. ഇവൻ നടന്നോളൂ ഇങ്ങനെ നമ്മളെ കൂടെ, എടുക്കേണ്ട ആവശ്യമില്ല. പോയി. ഗൈസ്, എനിക്ക് ഇന്ന് കിട്ടിയ ഏറ്റവും സ്പെഷ്യൽ ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. ഒരാൾ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് പോയതാ. പക്ഷേ സത്യം എനിക്കാണെങ്കിൽ കുറെ ഐറ്റംസ് ഒക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. അത് എന്ന് വെച്ചാ കുറെ സാധനങ്ങൾ മനസ്സ് വിചാരിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ ഷോപ്പ് അടച്ച്. നീ മനഃപൂർവ്വം ലേറ്റ് ആക്കിയതാ. ഫുഡ് വാങ്ങാൻ, അതൊക്കെ ഓക്കെ. ഫുഡ് വാങ്ങാൻ പോയിട്ട് കുറെ നേരം എടുത്ത്, ലേറ്റ് ആയി. ദൈവമേടെ 10 മിനിറ്റിനകത്ത് ഫുഡ് കിട്ടിയില്ലടാ. കള്ളം പറയുന്ന ഇതൊന്ന് അൺബോക്സ് ചെയ്യട്ടെ ഗൈസ്. അമ്പൂട്ടി ഇവിടെ പഴം കുത്തി കേട്ടുവാ. അമ്പൂട്ടി പന്നച്ചിട്ട ഇതിന്റെ പാക്കറ്റ് പോലും കളയില് സൂക്ഷിച്ചു വെച്ചേക്കണം.
അല്ല ഞാൻ ആദ്യമായിട്ടാണ് കേസ് ഇങ്ങനെ ഇത്രയും പ്രീമിയം സാധനം യൂസ് ചെയ്യുന്നത്. ആ ഓഫറിന് കിട്ടി കേട്ടോ. നമുക്കിത് 7,000 ആണ് സാധനം, നമുക്ക് 4,700 കിട്ടി. അവിടെ ഒരാൾ പഴം കുത്തി കയറ്റിക്കൊണ്ടിരിക്കുക, ചെങ്കതളിപ്പഴം. ഡാമേജാ വലിച്ച്. ഓ ഗായ്സ്, ഓ പ്രീമിയം സൂപ്പർ സാധനം കേട്ടോ. മോനെ തീർന്നാലും നമുക്കിങ്ങനെ വെക്കാം അവിടെ ഷോക്കേസില്. കിടില. ഇത് എപ്പോഴും അടിക്കുമ്പോൾ നമ്മൾ ഇവിടെ അടിക്കണം അല്ലേ പെർഫ്യൂം? ഇവിടെ അടിക്കണം പൾസ് പോയിന്റില്, അതായത് റിസ്റ്റിലും നെക്കിലും. കുറേച്ചേ അടിക്കാവൂ. മതി മതി. അവിടെ അടിക്കുമ്പോഴാ, പിന്നെ ക്ലോത്തിലും അടിക്കാം. അവിടെ അടിക്കുമ്പോഴാ നല്ല മണം. അല്ല ഗൈസ്, എനിക്ക് ഈ ചലഞ്ച് മൃദുലയുടെ ചെയ്യാൻ വേണ്ടി എനിക്ക് പേടിയാട്ടോ. അതല്ല ഏട്ടാ, ഒരു ഇത് വാങ്ങിയല്ലോ ഷർട്ട്. ഞാനൊരു ഷർട്ടും വാങ്ങി, ഒരു റെഡ്, അത് ഞാൻ കാണിച്ചായിരുന്നല്ലോ. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ യെസ് ചലഞ്ച് ഇത് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എന്റെ ടാസ്കിനൊക്കെ ഓവറോൾ ഒരു അവിടെ എല്ലാം അടിപൊളിയായിരുന്നു. അവിടെ ഒന്നാമത്തെ കാര്യം ഒരുങ്ങിയത്, കാറ് കഴുകിയത്, പിന്നെ അതുപോലെ തന്നെ എന്നെ ഗസ്റ്റ് പാടത്തി എറിഞ്ഞു പൊട്ടിക്കും, പിന്നെ കുളിച്ച് വന്നത്, എല്ലാം സാമ്പാർ സാധം എല്ലാം പൊളിയായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. സോ ഇതൊരു കുട്ടി ചലഞ്ചായിരുന്നു ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഹോപ്പ് ചെയ്ത് എല്ലാവർക്കും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ പാർട്ട് 2 വരുന്നതാണ്. വെയിറ്റ് ഞാനും വെയിറ്റിംഗാ, നിങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്തിരുന്നോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലുള്ള വീഡിയോ കാണുന്നവരെ ബൈ.